അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വിന്നർ, ബിഗ് ബോസിലെ സിംഗപ്പെണ്ണ് എന്നൊക്കെ നമ്മൾ പറയും, അനുമോൾ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഉള്ളവരെല്ലാം കണ്ടു കാണും. ഇപ്പൊ തന്നെ 4 ലക്ഷത്തിനൊക്കെ മേളിൽ പോയി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4 ലക്ഷത്തിന്റെ മേളിലൊക്കെ ആയി വ്യൂവേഴ്സ്. 10,500 കമന്റുമായി. ഇതിനകത്ത് അനുമോള് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് അനുമോൾ ലൈവ് വരുന്നത്. നമുക്ക് ആ ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അനുമോൾക്ക് ഈ ലൈവ് ഒന്നും പരിചയമില്ല എന്നുള്ളത്. അത് അനുമോൾ ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എൻ്റെ ചാനലിൽ ലൈവ് വന്നിട്ടില്ല, അത് തന്നെ വല്ലപ്പോഴും വീഡിയോസ് ഒക്കെ ഇടാറുള്ളായിരുന്നു, ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ആ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. ഒരുപാട് തപ്പിത്തടഞ്ഞൊക്കെയാണ് ആ ലൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ വെച്ച് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു, കിരൺ എന്നാണ് പേര്, എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യനാണ് എന്ന് പറഞ്ഞിരുന്നു. നമ്മളെല്ലാം ശ്രദ്ധിച്ചല്ലോ. അപ്പൊ അതിനെയും കുറിച്ച് ഒരുപാട് പേര് അത് കിരണിനെ വരെ PR ആക്കിയവരുണ്ട് ആ സമയത്ത്. ആ യൂട്യൂബ് ചാനൽ നോക്കുന്ന കിരണും അടുത്തുണ്ടായിരുന്നു. അപ്പൊ കിരണിനെ പേര് വിളിച്ചു തന്നെ പറയുന്നുണ്ട്, കിരൺ അടുത്തുണ്ടെന്ന് പറയുന്നു. കിരണാണ് ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോഴും നോക്കുന്നത്. അതുപോലെ തന്നെ കിരണാണ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ് വഴി ഒരുപാട് പേര് പൈസ അയക്കുന്നുണ്ട്. 2000, 3000, 1500, 1000 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പൈസ അയക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ഈ സൂപ്പർ ചാറ്റ് എന്ന് പോലും ഈ പറഞ്ഞ അനുമോൾക്ക് അറിയത്തില്ല. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഇതെന്തായി വരുന്നത്, സൂപ്പർ ചാറ്റ് 1000 കാണിക്കുന്നത്. അപ്പൊ പറയുന്നത് പൈസയാണ് വരുന്നത് പറയുമ്പോൾ അനുമോൾ പറയുന്നത്, എനിക്ക് ആരും പൈസ അയക്കരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ലൈവ് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അവരവരുടെ പൈസ അവരുടെ കയ്യിൽ ഇരിക്കട്ടെ, അത്യാവശ്യം ഞാൻ സമ്പാദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ നിങ്ങൾ ഇടണ്ട, നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ നിങ്ങൾക്കായി ചെലവാക്കൂ എന്നായിരിക്കാം വിചാരിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതും. അതുപോലെ തന്നെ ഇതൊരു ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലൈവ് വന്ന് സൂപ്പർ ചാറ്റ് ഒക്കെ ഈ പറയുന്ന അനുമോൾക്ക് കിട്ടുന്നത്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, ഇതെല്ലാം നോക്കുന്നത് വേറൊരാളാണെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്ക് അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് അനുമോൾക്കൊന്നും അറിയാത്തില്ലെന്ന്, അഭിനയിക്കുകയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. എന്തായാലും എനിക്കത് കണ്ടപ്പോൾ അത് കൃത്യമായിട്ട് തോന്നി, അനുമോൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെയാണ് ലൈവ് വരുന്നതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സൂപ്പർ ചാറ്റൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്തുവാണെന്ന് ചോദിക്കുമോ? ഓക്കെ, ഒരുപാട് പേര് ആ ലൈവിൽ തന്നെ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ആദില നൂറയുടെ വിഷയം, ബിൻസി പറയുന്ന വിഷയങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു അനുമോളെ എനിക്ക് കാണാനിടയായി. അനുമോൾ അതിനൊന്നും മറുപടി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അനുമോൾക്കറിയാം, അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുവാണല്ലോ ഇവരുടെ എല്ലാം പരിപാടി. ഇനിയിപ്പോ അനുമോള് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കും. ഇവ ബിൻസിയെ കുറിച്ചും ആയിക്കോട്ടെ, ഈ പറയുന്ന എതിര് പറയുന്ന ആരെ കുറിച്ചും ആയിക്കോട്ടെ, ആദില നൂറയെ കുറിച്ചായിക്കോട്ടെ, ഇവരെ ആരെ കുറിച്ച് സംസാരിച്ചാലും പിന്നെ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളവർ പിന്നെയും ഈ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും, ലൂപ്പിൽ നിൽക്കും. അവർക്ക് അതാണല്ലോ ആവശ്യം. ബിൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ എല്ലാത്തിലും മെയിൻ ആയിട്ട് തന്നെ നിൽക്കണം എന്ന്. എന്തായാലും ഒരാൾക്കും ചോദിച്ച ഒരാൾക്കും മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കിപ്പോൾ അത് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എനിക്കത് നല്ലതായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അനുമോളാണല്ലോ അവരുടെ കണ്ടന്റ്. അനുമോളെ PR എന്ന് പറയും, അനുമോളെ കപ്പടിക്കാൻ യോഗ്യതയില്ലെന്ന് പറയും. എന്നിട്ട് അനുമോളെ തന്നെ ഇരുന്ന് അവർ കുറ്റം പറയുകയും ചെയ്യും. കുറ്റം പറഞ്ഞിട്ട് പക്ഷേ കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അനുമോള് വേണം. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്തായാലും പ്ലാച്ചിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പഴികേട്ട ആളാണ് അനുമോളെ പോലെ തന്നെ പ്ലാച്ചി. അപ്പം ഈ പ്ലാച്ചിയെ അനുമോൾ അറിഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുപോയതെന്നും അതിനകത്ത് കൂടോത്രം വരെ ചെയ്തിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്, അതിനകത്ത് ദിവ്യശക്തി ഉണ്ട് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞിടയ്ക്കിലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടതാണ് ഓരോരുത്തർ ഇട്ടേക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എങ്ങനെയാണ് ഞാനിത് അവിടെ കൊണ്ടുപോകേണ്ടി വന്ന സാഹചര്യം, ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുപോകേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുള്ളത് അനുമോൾ ഇതിനകത്ത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. അതേപോലെ കുഞ്ഞു മക്കളെ പോലെ പാവയെടുത്ത് വെച്ച് കളിക്കുന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്കിതൊരു എൻ്റെ ഒരു പെറ്റിനെ പോലെയാണ് കേട്ടോ. എനിക്കിത് കൂടുള്ളപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഒന്നത്. രണ്ട്, ഞാൻ പ്ലാച്ചിയെ കൊണ്ടുപോകാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിനകത്ത്. ഞാൻ ഇവിടെ എപ്പോഴും നിങ്ങൾ കാണാമോ, ഇവിടെ വെച്ചിരുന്നതായിരുന്നു പ്ലാച്ചി. അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന നേരത്ത് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ വെച്ചിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഏഷ്യനെറ്റിൻ്റെ നമ്മുടെ പ്രൊമോ എടുക്കാൻ വേണ്ടി വന്ന ടൈമിലാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്, ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫാമിലി ഫോട്ടോയാണ് ആദ്യം എടുത്തത്. അപ്പം അവർ പറഞ്ഞത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ, അന്ന് അതല്ലേ പറഞ്ഞേ, കൊണ്ടുപോകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ ഫാമിലി ഫോട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞു അന്നെടുക്കൂ വിഗ്രഹം, കുഞ്ഞു വിഗ്രഹം 3 4 അവിടെ ഇരിക്കുന്നു. ഒന്നെടുത്താലും മതി, പത്മനാഭസ്വാമിയുടെ എടുത്താൽ മതി. ഇതാരാ? പത്മനാഭൻ. ഇങ്ങനത്തെ കുഞ്ഞ് വിഗ്രഹം ഉണ്ടല്ലോ, ഇത് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. ഈ പറയുന്ന പോലെ പത്മനാഭസ്വാമി ഉണ്ട്, ഗണപതി ഉണ്ട്, പിന്നെ കൃഷ്ണനുണ്ട്, ഗുരുവായൂരപ്പ, അങ്ങനെ എല്ലാ വിഗ്രഹം ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ വിചാരിച്ചു പ്ലാച്ചി എടുക്കാമോ എന്ന് ചോദിച്ചു. എടുത്തു, അതെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്ലാച്ചിയെ കൊണ്ടുപോകുന്നത്. അല്ലാതെ പ്ലാച്ചി വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചതല്ല. എൻ്റെ സ്നേഹം നമ്മൾ അവിടെ ഞാൻ കാണിക്കുന്നു അത്ര. പിന്നെ പ്ലാച്ചിയെ വെച്ച് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ അവിടെ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ഇവിടുന്ന് എടുത്തോളാൻ പറഞ്ഞപ്പോൾ ആദ്യം ഫാമിലി ഫോട്ടോയാണ് എടുത്തത്. അതിനുശേഷം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വിഗ്രഹങ്ങളാണ്, ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാണിച്ചായിരുന്നു. ഭയങ്കര ദൈവഭക്തയാണ് ഈ പറഞ്ഞ പോലെ അനുമോള്. അതിന്റെ ഗുണം ഉണ്ടായിട്ടുമുണ്ട്. ആ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് പ്ലാച്ചി എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞത്. അതാണ് ഇതിലെ കഥ. അതിനെ വളച്ചൊടിച്ച് നെഗറ്റീവ് ആക്കാൻ വേണ്ടി പ്ലാച്ചിയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു. പ്ലാച്ചിയുടെ അകത്ത് ഏതോ മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് അനുമോള് ജയിച്ചത്. ഓരോരുത്തർ പറയുന്നത് ചുമ്മാ വന്നിട്ട് തള്ളുന്നു. ആ തള്ളു കേൾക്കാൻ വേണ്ടി കുറെ പേര്, ആ തള്ളിനെ ഇന്റർവ്യൂ ചെയ്യാൻ കുറെ പേര്. എന്നുവെച്ചാൽ അനുമോളെ ഏതെല്ലാം രീതിയിൽ അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. അവസാനം പഴി മൊത്തം അനുമോൾക്കും. അതുപോലെ തന്നെ അനുമോള് പറയുന്നുണ്ട്, ഞാനിവിടെ പ്ലാച്ചിയെ വെച്ചിട്ട് ഞാനിവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്ലാച്ചിയെ വെച്ച് അനുമോള് കണ്ടന്റ് ഉണ്ടാക്കാൻ അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഈ പ്ലാച്ചിയെ കൊണ്ട് നടക്കുമ്പോൾ തന്നെ ഈ അവിടെയുള്ള ഹൗസ് മേറ്റ്സ് ആണ് ഈ പ്ലാച്ചിയെ തന്നെ അവിടെ ഒരു കണ്ടന്റ് ആക്കി മാറ്റിയത്. എന്താന്ന് വെച്ചാൽ ആ പ്ലാച്ചിയെ എടുക്കുകയും, തമാശക്കായിരിക്കാം സീരിയസ് ആയിട്ടായിരിക്കാം, പ്ലാച്ചിയെ എടുക്കുകയും അതിനെ ഒളിപ്പിച്ചു വെക്കുകയും അത് അനുമോൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ആയതുകൊണ്ട് അതിനെ മാറ്റി ഒളിച്ചു വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പ്ലാച്ചി എടുക്കുന്നത് തനിക്ക് ഇഷ്ടമില്ല, തനിക്ക് ആരെടുക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അനുമോൾ അവിടെ പറയുമ്പോൾ, പിന്നീട് അനുമോൾ ആ പാവയെ വെച്ചിട്ട് മന്ത്രവാദം ചെയ്യുകയാണ്. അതിനകത്തൊരു മന്ത്രവാദം എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അകത്തും അപ്പാനി ഉൾപ്പെടെ ഉള്ളവർ അനുമോൾ എന്തോ കൂടോത്രം ചെയ്തിട്ട് വന്നിരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ തമാശ എന്നൊക്കെയാ പറഞ്ഞത്. ഒരിക്കലും നമുക്കത് തമാശയായിട്ട് തോന്നിയിട്ടില്ല. അവരവിടെ പിന്നെ തമാശ ആക്കിയതാണ്, തമാശ രീതിയിൽ. പക്ഷെ നമ്മൾ കണ്ടതാണ് അപ്പാനി സീരിയസ് ആയിട്ട് എടുക്കുന്നതും ശൈത്യയോട് സംസാരിക്കുന്നതും ഒക്കെ. ശൈത്യം പിന്നെ പറയണ്ടായല്ലോ. ശൈത്യം പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പാനിയെ പേടിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അനുമോള് തമാശ രീതിയിൽ ഇങ്ങനെ ഹൂ ഹാ ഹൂ എന്നൊക്കെ കാണിച്ച് ഇവരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പ്ലാച്ചി എന്തോ ഒരു ഇതിന് പ്ലാച്ചി ആരുടെ കയ്യിലൊക്കെ പോകുന്നോ, അല്ലെങ്കിൽ ആര് പ്ലാച്ചിമാരുടെ യുദ്ധത്തിന് പോകുന്നോ അവരൊക്കെ ഔട്ടായിട്ടുണ്ട്. അത് സത്യത്തിൽ പ്ലാച്ചിമാരുടെ യുദ്ധത്തിന് പോയത് കൊണ്ടല്ല, അവരുടെ കയ്യിലിരിപ്പ് കാരണം ഔട്ടായത്. അതിനെയൊക്കെ വേറെ രീതിയിലാണ് പക്ഷെ അവിടെ മറ്റുള്ളവർ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് സത്യം മനസ്സിലായല്ലോ. ഈ പ്ലാച്ചിയാണ് കൂടോത്രം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടന്നത്. അതിനൊരു ഉത്തരം എല്ലാവർക്കും കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെയാണ് പ്രേക്ഷകരുടെ സപ്പോർട്ടും കൂടി വേണം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റും. പക്ഷെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എല്ലാ എവിക്ഷനിലും വരും. ഞാനും അനീഷയാണ് ഏറ്റവും കൂടുതൽ എവിക്ഷൻ ടൈമിൽ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ 8 തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പോവോ പുറത്ത് പോവോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ സപ്പോർട്ട് എത്രമാത്രത്തോളം നമുക്ക് അറിയത്തില്ല. നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു, നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെ ലാസ്റ്റ് ഫൈനൽ വന്ന ടൈമിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ടൈമിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഈ 5 പേരിൽ, അതായത് 5ാമത്തെ റണ്ണറപ്പ്, അതായത് അതുപോലെ തന്നെ അനുമോള് നമ്മളെല്ലാരും കണ്ടതാണ് ഫൈനൽ ഡേയുടെ അന്ന്. എന്ന് വെച്ചാൽ കപ്പ് വാങ്ങിക്കുന്ന ദിവസത്തിന്റെ അന്ന് ഫൈനൽ 5 ഇവരെല്ലാവരും ഫൈനൽ 5 ഉണ്ടായിരുന്നവരെല്ലാം ഓരോ ഇതിലും പുറത്തായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് ഓരോ ഇതിലും എനിക്ക് പേടി ഉണ്ടായിരുന്നു, ഞാൻ പുറത്താകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതുപോലെ കപ്പ് അടിക്കുമ്പോഴും കപ്പ് എനിക്ക് കിട്ടുമെന്ന് യാതൊരു വിചാരവുമില്ല. നമ്മളിതെല്ലാം കണ്ടതാണ്. നമ്മൾ ലൈവിലും ഗ്രാൻഡ് ഫിനാലിക്കെല്ലാം നമ്മൾ കണ്ടതാണ്. ഓരോരുത്തർ ഔട്ട് ആകുമ്പോഴും താനാണോ എന്നുള്ളൊരു വിചാരത്തിൽ അനുമോൾ അവിടെ പേടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിന്നറെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ലാലേട്ടൻ, നമ്മളെല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അത്. സാധാരണ റൈറ്റ് ഹാൻഡിലാണ് ഈ വിന്നറിനെ സാധാരണ ലാലേട്ടൻ കൈ പൊക്കുന്നത്, റൈറ്റ് ഹാൻഡിലാണ് പൊക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ലെഫ്റ്റ് ഹാൻഡാണ് പൊക്കിയത്. പക്ഷെ അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഞാൻ അവിടെ വിന്നറാകും അല്ലെ എനിക്ക് തോന്നിയില്ല. കാരണം റൈറ്റ് ഹാൻഡ് ആണ് ഞാൻ സാധാരണ ലാലേട്ടൻ കൈവെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ആണ് അന്ന് പൊക്കിയത്. പക്ഷെ ഞാനത് ഒട്ടും വിചാരിച്ചിട്ടില്ല. എനിക്ക് സെക്കൻഡ് കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ. ഇത്രയും കിട്ടിയല്ലോ എന്നായിരുന്നു എന്നുള്ളത്. സത്യമാണ്, നമ്മളും അത് കണ്ടതാണ്. ഒരിക്കലും ആ ഒരു കപ്പ് അനുമോൾക്ക് കിട്ടുമെന്ന് അനുമോള് ആ കൈ ഉയർത്തുന്നത് വരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. 5, 4, 3 ഒക്കെ ആവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാലും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ത്രില്ലാണ് നിന്നത്, ആ ഒരു ഹാപ്പിയാണ് നിന്നത്. ആ ടൈമിലാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ എൻ്റെ കൈ പിടിച്ചിങ്ങനെ പൊക്കുമെന്ന്. കാരണം എപ്പോഴും എല്ലാ സീസണിലും ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡ് അവിടെയാണ് ഒരാൾ വിൻ ചെയ്യുന്ന ആൾ, അവിടെ ആ ടൈം ആ ഹാൻഡിലാണ് നിൽക്കുന്നത്, ആ സൈഡിലാണ് നിൽക്കുന്നുള്ളത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡാണ്, കുഴപ്പമില്ല.
സെക്കൻഡിലും കിട്ടിയല്ലോ, ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ, അത് വലിയൊരു കാര്യം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിന്നർ ആവും എന്നുള്ളത്, ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് സർവേ ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ ഒരു കപ്പ് അനുമോൾക്ക് കിട്ടും എന്നുള്ളത് അനുമോൾക്ക് യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വന്നല്ലോ എന്നുള്ളൊരു സമാധാനം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഫൈനൽ ഡേയുടെ അന്ന് ഗ്രാൻഡ് ഫിനാലയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ, ഞാൻ പറഞ്ഞൊരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വോട്ട് കാണിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അപ്പുറത്ത് ആദ്യമേ അനുമോൾ ആ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ അനീഷിനാണ് വോട്ട് മുന്നോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ അനുമോൾ ഓ എന്നിങ്ങനെ ആക്കുന്നുണ്ട്. ഓക്കെ, എന്റെ കൈ എനിക്കല്ല അത് അനീഷിനാണ് എന്ന് അനുമോൾ ഉറപ്പിച്ച ഒരു സമയമായിരുന്നു അത്. എനിക്ക് പലവട്ടം അത് കാണുമ്പോൾ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. 100 ദിവസം എനിക്ക് അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കപ്പടിക്കുമെന്ന് ഞാൻ ഒരു കാരണവശാലും വിചാരിച്ചിട്ടില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ വെളിയിൽ നിന്ന് പോയവരെല്ലാം അവിടെ ധരിപ്പിച്ചുകൊണ്ടിരുന്നത്, അനീഷിനാണ് കപ്പ് എന്നുള്ളത്. ആ അനീഷിനാണ് കപ്പ് എന്നുള്ള ഒരു സംഭവത്തിൽ നിന്നും അനുമോളിലേക്ക് ആ കപ്പ് എത്താനും ഈ പറഞ്ഞ വീട്ടിലെ അകത്തേക്ക് പോയവർ, വെളിയിൽ നിന്ന് പിന്നെ വീട്ടിനകത്തേക്ക് പോയ കണ്ടസ്റ്റൻസിനെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നിനൊന്നും മറുപടി പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമോള് നിന്നില്ല. എന്ന് വെച്ചാൽ അനുമോളെ വെച്ച് ഇനി അവർ കണ്ടന്റ് ഉണ്ടാക്കണ്ടെന്ന് അനുമോളും വിചാരിച്ചു കാണും. എന്ന് വെച്ചാൽ അനുമോള് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ പ്രതികരണം, അത് അനുമോൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അനുമോൾ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് മെഴുകാൻ, ഈ പറയുന്ന ചാനലെല്ലാം കയറിയിരുന്ന് മെഴുകാൻ കുറെ പേര് നോക്കിയിരിപ്പുണ്ടായിരുന്നു. എന്തായാലും അവർക്കെല്ലാം ഉള്ളൊരു തിരിച്ചടി തന്നെയായിരുന്നു ഇത്. പലരും ബാഡ് കമന്റ്സ് അയക്കുന്നുണ്ടായിരുന്നു ഈ യൂട്യൂബിന്റെ ലൈവില്. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിലെ ഈ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഈ ലൈവ് ഇടുമ്പോഴാണെങ്കിലും ഒരു ബാഡ് കമന്റ് വരുവാണെങ്കിൽ ആ ബാഡ് കമന്റ് ഏതാണെന്നുള്ളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് റെസ്ട്രിക്റ്റഡ് ആവും. അങ്ങനെ കുറെ കമന്റുകളൊക്കെ അവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ട് തന്നെയാണ് അവിടെ ലൈവ് ഇട്ടത് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഈ റെഡ് പോലെ വരുമല്ലോ അങ്ങനെ കമന്റ് വരുമ്പോൾ, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ആർക്കും. അങ്ങനെ വരുമ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ഇതെന്തോ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് അത് ബാഡ് കമന്റ്സ് വരുന്നതാണ് എന്നുള്ളത്. അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ അനുമോള് പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു, കാണിക്കാത്തത് അത് ചീത്ത പറയുന്നതാണോ? ആണോ? അതാണ് ഞാൻ നോക്കുന്നത്. എന്നെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റയിലൊക്കെ എന്നെ തെറി പറഞ്ഞിട്ട് കുറെ കമന്റ് കാണുന്നില്ല, അതൊന്നും കാണാനില്ല ഇതില്. അപ്പൊ അതെല്ലാം കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ലൈവ് ഇട്ടവരുണ്ടല്ലോ, ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് വന്നിട്ട് വെളിയിൽ വന്നിട്ട് ലൈവ് ഇട്ടവർ, ആ ലൈവ് ഇട്ടവരെല്ലാം ഒരുപാട് പേരുടെ ലൈവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇത്ര ഒരു നിഷ്കളങ്കത ആർക്കും തോന്നിക്കാണത്തില്ല. സത്യം, എനിക്ക് ഈ ലൈവ് കണ്ടപ്പോൾ അനുമോളിൽ ഭയങ്കരമായ ഒരു നിഷ്കളങ്കത കണ്ടു കേട്ടോ. എനിക്ക് അറിയത്തില്ല, പിന്നെ ഞാനൊരു ലൈവായിട്ട് വരുവാണ്, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു നിഷ്കളങ്കത. അതുപോലെ തന്നെ ആ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് സംസാരിച്ചത്. ഇനി വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ ഫേക്ക് ആയി കളയും ആൾക്കാർ, അനുമോൾ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞു കളയും. അനുമോളുടെ സ്വഭാവം നമ്മൾ കണ്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ആ ക്യാരക്ടർ, അതേ ക്യാരക്ടർ തന്നെയാണ് വെളിയിലും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ, ഫീൽ ചെയ്തത്. പക്ഷെ ഇനി വേണമെങ്കിൽ ലൈവിലും വന്ന് അനുമോൾ അഭിനയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കുറെ കണ്ടന്റുമായിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അനുമോൾ എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാൽ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മൊഴിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ ലാസ്റ്റ് ആയിട്ട് എല്ലാവരും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി അറിയുന്നുണ്ട്. എനിക്കതിനോട് പറയൊന്നുമില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെടുത്ത് ഞാൻ പറയുന്നതാണ്, കുറച്ച് പേര് പറയാണ്, എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ കുറ്റം എന്നെ മോശമായിട്ട് പറയുന്നിടത്തൊക്കെ പോയിട്ട് ബാഡ് കമൻ്റ് ഇടാനൊന്നും പോകരുത്, പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതിൽ തന്നെ അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട്, പരസ്പരം ചെളിവാരി എറിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അതിൽ താല്പര്യമില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ കാണുന്നുണ്ട് ആരാണ് പരസ്പരം ചെളിവാരി എറിയുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, പക്ഷെ പരസ്പരമല്ല അവർ ചെളിവാരി എറിയുന്നത്, അവരെല്ലാവരും കൂടി അനുമോളിലേക്കാണ് എറിയുന്നത്. പക്ഷെ അനുമോൾ മറുപടി പറയാൻ നിൽക്കുന്നില്ല. അതിന്റെ ഒരു ചുരുക്കം എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ അനുമോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മൊഴിഞ്ഞെങ്കിൽ ആ ഒരു കണ്ടന്റ് പിടിച്ച് ഇങ്ങനെ നിൽക്കാമല്ലോ. പക്ഷെ അനുമോൾ അതിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് ലൈവും ഇട്ടിരിക്കുന്നത്. എനിക്കത് നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അവരിപ്പോ ഇതിനകത്ത് നിന്ന് കണ്ടന്റ് പിടിക്കണ്ട എന്ന് അനുമോളും വിചാരിച്ചു കാണും. അല്ലെ, പരസ്പരം ചെളിവാരി എറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയട്ടെ, അവര് ചെളിവാരി ഇങ്ങോട്ട് എറിയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അനുമോൾക്ക് അത് ഏൽക്കുന്നില്ല, അത്രേ ഉള്ളൂ.
അതുപോലെ അവിടെ വേറെ ആരാണ് പരസ്പരം ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത്? ഒരാളും എറിയുന്നില്ല. വേറെ പരസ്പരമായിട്ട് ഉണ്ടോ? ആരെങ്കിലും എറിയുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ. അത് ചിലപ്പോൾ മസ്താനിയെ കുറിച്ച് ചിലപ്പം ബിൻസി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അത് ചാച്ചന് ഓട്ടോയും ഒക്കെ അതിപ്പോഴും അതിൽ നിന്നൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല. ചാച്ചന്റെ ഓട്ടോയിൽ വെളിയിൽ വന്നിട്ടില്ല. പക്ഷെ അനുമോള് അങ്ങനെയല്ല. ബാക്കിയുള്ളവർ ഇപ്പോഴും വെളിയിൽ അനുമോളെ തന്നെയാണ് കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ബിൻസി ഉൾപ്പെടെ. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഡിസേർവിങ് അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സന്തോഷം മാത്രമാണ്. നിങ്ങളെല്ലാവരും കൂടെയാണ് സപ്പോർട്ട് ചെയ്തത്, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം അത് അവർക്ക് പറയുന്ന പോലെ എന്താ പറയണ്ടേ, 100 ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ഡിസർവിങ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്ന്. ചുമ്മാ ആരും, നമ്മൾ ഈ ലോകത്തുള്ളവരും ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു, എത്തിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 16 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അല്ലേ? അപ്പോൾ ആ 16 ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവർ വെറുതെ വോട്ട് ചെയ്തവരല്ല, അവർ എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ്. അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. എന്താ, എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ്. ഇപ്പോൾ 16 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനുമോൾ ജയിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കപ്പ് കിട്ടണ്ടായിരുന്നു, ഞാൻ ഡിസേർവിങ് അല്ല എന്ന് പറയുന്നവരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെയാണ് കപ്പടിച്ചത്. അതുപോലെ തന്നെ ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നവര്, എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നവര് ഒന്നും പൊട്ടന്മാരല്ല. പൊട്ടന്മാരാണെങ്കിൽ അവരെനിക്ക് പൊട്ടന്മാരല്ല എന്ന് കൃത്യമായിട്ട് അനുമോള് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം കണ്ടന്റ് അനുമോള് കൊടുത്തിട്ടുണ്ടെന്നും എല്ലാം അനുമോൾക്ക് വെളിയിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പൊ അത്യാവശ്യം കണ്ടന്റ് അവിടെ അനുമോൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരും പൊട്ടന്മാരല്ലല്ലോ എന്ന് അനുമോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. കൃത്യമായ ചോദ്യം. എന്തായാലും 16 ലക്ഷം വോട്ടുകൾ അവിടെ വീഴണമെങ്കിൽ ഇത്രയും വോട്ട് ചെയ്തവർ വെറും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ലൈവ് കണ്ടവരും എപ്പിസോഡ് കണ്ടവരും ഇഷ്ടപ്പെട്ടവരും എല്ലാം കൂടെയാണ്. എന്തായാലും ഒരു PR-നും കയറി ഈ 16 ലക്ഷം വോട്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല. 150 രൂപ വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു വോട്ടിന് 150 രൂപ വെച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞ് വരുത്തിയായിരുന്നു. അങ്ങനെ 150 രൂപ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ 16 ലക്ഷം വോട്ടിന് എത്ര രൂപ കൊടുക്കണം? എന്നാ പിന്നെ ഈ ഷോയ്ക്ക് പോകാതിരുന്നാൽ പോരെ? അപ്പം എന്തെല്ലാം രീതിയിൽ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതെല്ലാം കവർ ചെയ്ത് അകത്തും അതുപോലെ കോർണറിങ്ങും തരണം ചെയ്താണ് അനുമോൾ ഈ കപ്പെടുത്തത്. ഈ കപ്പെടുത്തത് ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ചിലർ ഡിസർവിങ് ആണെന്ന് പറയും, ഡിസർവിങ് അല്ലെന്ന് പറയും, അങ്ങനെയൊക്കെ കിടന്ന് കരയും. പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും കപ്പ് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുപോലെ എനിക്ക് വോട്ട് ചെയ്തവരൊന്നും പൊട്ടന്മാരല്ല എന്ന് കൃത്യമായിട്ട് അനുമോള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്ക് അത് മനസ്സിലാക്കാം, ഇല്ലാത്തവർ ഇനിയും കരയും. PR എന്ന് പറഞ്ഞ് കരയും. ഇതെല്ലാം പോയി. ഇപ്പൊ എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ PR ഒന്നും ഇപ്പൊ ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവർക്കും PR ഉണ്ടെന്ന് ഇപ്പൊ വെളിയെ വന്നേ. ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് മാത്രമൊന്നുമല്ല, സിനിമാ നടന്മാർക്കും നടിമാർക്കും എല്ലാവർക്കും PR ഉണ്ട്. ആ PR എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഓരോരുത്തരായിട്ട് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളൊന്നും അത് പറയേണ്ട ആവശ്യമില്ല, സമൂഹത്തിൽ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ PR എന്ന് പറയുന്നത് നോർമൽ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ കിടന്ന് ആരും കരയണ്ട. കരഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പോ കൂടോത്രം എന്ന് പറഞ്ഞ് പ്ലാച്ചി കൂടോത്രമാണെന്നും പറയാൻ പറ്റത്തില്ല. പ്ലാച്ചി എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കൊണ്ടുപോയതെന്നും അനുമോൾ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്നയാളെ കുറിച്ച് ഇന്നയാളെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്കതിന് മറുപടി കൊടുക്കാൻ എനിക്ക് സമയമില്ല. എനിക്കിതിന്റെ പുറകിൽ ഇപ്പോൾ സമയമില്ല. ഞാനിപ്പോൾ സന്തോഷവതിയാണ്. എനിക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം എന്ന് കൃത്യമായി പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അനുമോൾ. എന്തായാലും നല്ലൊരു ലൈവായിരുന്നു. അനുമോളുടെ ആദ്യത്തെ ലൈവാണ്. ഇനി വരുമ്പോൾ ശരിയാകുമായിരിക്കാം. അതുപോലെ സൂപ്പർ ചാറ്റ് ഒന്നും ആരും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2000 3000 ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു ഞാനത് കാണുമ്പോൾ തന്നെ 10,000-ന് മേളിലൊക്കെ എമൗണ്ട് പോയി. പക്ഷെ അനുമോളോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും പൈസ അയക്കരുത്, അല്ലെങ്കിൽ ഞാൻ ലൈവ് വരത്തില്ല, ഇങ്ങനെ പൈസ അയക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ അനുമോൾ പറഞ്ഞത്. അതല്ല എനിക്കൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. ഇനിയും ഇതിന്റെ പേരിലും കരയുന്നവരൊക്കെ ഒരുപാട് കാണും. ഇനി എന്ത് രീതിയിൽ കരയുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കാണുമ്പോൾ ഇപ്പൊ 2 മണിക്കൂറിനുള്ളിൽ 4 ലക്ഷത്തിനൊക്കെ മേളിൽ പോയി, ഈ വ്യൂ പോയി, ലൈവ് തന്നെ വ്യൂ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ലക്ഷം പേര് കണ്ടവരും PR-കളായിരിക്കും. 4 ലക്ഷവും PR-കളായിരിക്കും അല്ലേ? എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.